Hello everyone, welcome to my channel. Today we are going to discuss about diffraction. Engineering Physics, K2 Engineering Physics B യുടെ കേസിൽ നിങ്ങൾ ചാപ്റ്റർ 4 ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത് ഡിഫ്രാക്ഷൻ, അതായത് മൊഡ്യൂൾ 2. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതെന്ന് പറയാൻ ഡിഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഓൾറെഡി അത് പഠിച്ചിട്ടുള്ളതാണ്. +1 +2 ക്ലാസ്സസിൽ ഒപ്റ്റിക്സിനെ ബേസ് ചെയ്തുള്ള റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ആ കേസിൽ നിങ്ങൾ വേവ് ഒപ്റ്റിക്സിൻ്റെയൊക്കെ പോർഷൻ്റെ അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ അങ്ങനെയുള്ള കുറേ ഫിനോമിനൻസ് ആദ്യം നിങ്ങൾ കുറച്ചിലെ പഠിക്കുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുന്ന പോളറൈസേഷൻ, അതിൻ്റെയൊക്കെ ഒപ്പം പഠിക്കുന്ന മറ്റൊരു ഫിനോമിനനാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും. അപ്പോൾ നിങ്ങൾ K2 സ്റ്റുഡൻസിന് ഇപ്പോൾ ഇൻ്റർഫറൻസ് മൊഡ്യൂൾ 2 രണ്ട് ചാപ്റ്റേഴ്സാണുള്ളത്. വൺ ഈസ് ഇൻ്റർഫറൻസ് ആൻഡ് അതർ വൺ ഈസ് ഡിഫ്രാക്ഷൻ. സോ ഇവിടെ നമ്മളിന്ന് ഡിഫ്രാക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം രണ്ട് പിക്ചേഴ്സ് അല്ലേ, രണ്ട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് എന്താ കാണുന്നത്? റിങ്സ് ആയിട്ടല്ലേ, ബ്രൈറ്റ് റിങ്സ് ആൻഡ് ഒരു ലൈറ്റ് കളർഡ് റിങ് ആയിട്ട് ഇടയിൽ കാണുന്നുണ്ട്. എന്താ ഇത്? ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്, ഓർ ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ്. ഓക്കെ, ഡിഫ്രാക്ഷൻ പാറ്റേൺസ്. ഈ രണ്ട് പിക്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ലേസർ ലൈറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ആണ്. അതായത് ഒന്ന് ഒരു ഹീലിയം നിയോൺ ലേസർ വെച്ചിട്ടുള്ളതും ചുവന്ന കളർ പിക്ചർ, ആൻഡ് ബ്ലൂ കളർ പിക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹീലിയം കാഡ്മിയം ലേസർ. അങ്ങനെ രണ്ട് ലേസേഴ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസിൻ്റെ ഫോട്ടോ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസിനും ഇതേപോലെ റിങ്സ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ പാറ്റേൺസിൻ്റെ വ്യത്യാസം ഡിഫ്രാക്ഷനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു രീതിയാണ്. അതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഡിഫ്രാക്ഷൻ്റെ നോക്കാം. ഡിഫ്രാക്ഷൻ്റെ നിങ്ങളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിൻ്റെ സെൻറ്റർ, ഇപ്പോൾ ആദ്യത്തെ ബ്ലൂ കളർ ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ പിക്ചർ തന്നെ നോക്കാം. സെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രൈറ്റ് പോർഷൻ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഷെയ്ഡായിട്ടുള്ള ഒരു റിങ് കാണുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ബ്രൈറ്റ് പോർഷൻ, പിന്നെയും അതേപോലെ ഒരു റിങ് കാണുന്നുണ്ട് അല്ലേ, ലൈറ്റ് ബ്ലൂവിന്. പക്ഷേ കൂടുതൽ പോകുന്നതനുസരിച്ച് വിഡ്ത്ത് കൂടി വരുന്നുണ്ട് അല്ലേ. ഏറ്റവും ഔട്ടർ ലെയറിൽ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് ഉള്ളിലുള്ളതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ആണേ. അതേപോലെ തന്നെ റെഡ് കളർഡ് ലൈറ്റിലും നിങ്ങൾക്കത് കാണാം. അകത്ത് ബ്രൈറ്റ് ആയിട്ടുള്ളത് അത്ര ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ റെഡിഷ് ഷെയ്ഡ് കാണുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളത് ഒരു വൈറ്റിഷ് ഷെയ്ഡായിട്ട് കാണുന്നു. പിന്നെയും ഒരു റിങ് റെഡിഷ് ഷെയ്ഡ് കാണുന്നു. അത് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇതിലാണ് ക്ലാരിറ്റിയുടെ ഒരു ഇത് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും ഔട്ടർ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും വിഡ്ത്ത് കുറേ കൂടെ കൂടുതലാണ്, ബ്രൈറ്റ്നെസ് ആയിട്ട് നമുക്ക്. അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റൻഡ് റിങ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കൂടെ വലുതായിട്ട് കാണുന്നു അല്ലേ. അതിനർത്ഥം ഈ ഫ്രിഞ്ചസ് ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് ആർ നോട്ട് ഓഫ് ഈക്വൽ വിഡ്ത്തിലുള്ള പാറ്റേൺസ് അല്ല നമുക്ക് കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നൗ വാട്ട് ഡു യു മീൻ ബൈ ഡിഫ്രാക്ഷൻ? അതാണ് ഇനി അടുത്തതിലേക്ക് കയറാൻ പോകുന്നത്. So first of all, this diffraction എന്ന് പറയുന്ന phenomenon was discovered by an Italian scientist or physicist, and his name is Francesco Maria Grimaldi. Grimaldi ആണ് ഈ ഒരു ഫിനോമിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്തത്. കാരണം അതിന് മുന്നേ തന്നെ ഹൈഗനും അല്ലെങ്കിൽ ന്യൂട്ടൺ, അവരൊക്കെ കോർപ്പസ്കുലാർ തിയറി അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ലൈറ്റ് റേസസിനെ ബേസ് ചെയ്ത് കുഞ്ഞു ക്ലാസ്സസിൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. കോർപ്പസ്കുലാർ തിയറി, ന്യൂട്ടൺസ് കോർപ്പസ്കുലാർ തിയറി, അങ്ങനെയുള്ള കുറേ ലൈറ്റ് റേസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആണ് ഈ ഗ്രിമാൽഡി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം അത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്സ്റ്റക്കിളിനെ, നമുക്കറിയാം ലൈറ്റ് റേസിൽ നമ്മൾ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണെങ്കിലും വി നീഡ് എ സ്ലിറ്റ് ആൻഡ് നോട്ട് എ സ്ലിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ സോഴ്സ് അല്ലേ. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം വേണം. അതെന്താണോ അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ സോഴ്സ് നമുക്ക് വേണം. പിന്നെ ഈ ലൈറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഏരിയ വേണം അല്ലേ, അതിനെയാണ് നമ്മൾ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ബാരിയറോ എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഴ്സിൽ നിന്നുള്ള വെളിച്ചം സ്ക്രീനിലെത്തുമ്പോൾ അവിടെ എന്തോ ഒരു ഫിനോമിനൻ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ,
നമ്മൾ ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മളുടെ നിഴൽ കാണുന്നത് തന്നെ അല്ലേ? അപ്പോൾ ആ നിഴൽ കാണുന്നത് നമ്മളെക്കാട്ടിലും വലിയൊരു നിഴലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല ആനിമൽസിൻ്റെയൊക്കെ ഓരോ ഇത് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു ഫിനോമിനനാണ് ഗ്രിമാൽഡി ഇവിടെ ഡിസ്കവർ ചെയ്തത്. അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഡെഫിനിഷൻ ഫോർ ഡിഫ്രാക്ഷൻ ഇസ് bending of light rays around an obstacle or encroachment of light within the geometrical shadow. അതായത് ലൈറ്റ് ഏത് ഒബ്സ്റ്റക്കിളിലാണോ വീഴുന്നത് അതിൽ ഹിറ്റ് ചെയ്ത് അതിൻ്റെ സൈഡ്സിലൂടെ ലൈറ്റ് റേസ് ബെൻഡ് ചെയ്ത് സ്ക്രീനിലേക്ക് വീഴുന്നു അല്ലേ? ആ ഒരു ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് അറൗണ്ട് ആൻ ഒബ്സ്റ്റക്കിളിന് ചുറ്റും, ഒബ്സ്റ്റക്കിളിന് അകത്തൂടെ പോകുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഒപ്പേക്ക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒപ്പേക്ക് തിങ് ആയിരിക്കും അല്ലേ? ട്രാൻസ്പാരൻ്റ് ആണെങ്കിലേ നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അങ്ങനെയുള്ള അതിനകത്തൂടെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഒപ്പേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തടസ്സം, എന്തെങ്കിലും ഒരു ബാരിയർ ആണെങ്കിൽ, ഒരു എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് അവിടെ വെച്ചേക്കുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ സൈഡിൽ കൂടെ ഹിറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് പോകുന്ന ആ ഫിനോമിനയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓർ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു ഡെഫിനിഷനുമാണ് എൻക്രോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് റേസ് വിത്തിൻ ദി ജിയോമെട്രിക്കൽ ഷാഡോ. ജിയോമെട്രിക്കൽ റീജിയൻ, അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ജിയോമെട്രിക്കൽ പാത്തിലൂടെ, ഇപ്പം നമ്മളുടെയാണ് ഷാഡോ വരുന്നതെങ്കിൽ നമ്മളുടെ ഔട്ടർ ലെയറിൽ അല്ലെങ്കിൽ ആ ഔട്ടർ മോസ്റ്റ് പോയിന്റ്സിൽ നിന്ന് ലൈറ്റ് ബെൻഡ് ചെയ്താണ് നമ്മളുടെ ഷാഡോ ക്രിയേറ്റ് ആവുന്നത്. അതാണ് ജിയോമെട്രിക്കൽ ഷാഡോ എന്ന് പറയുന്നത്. ആൻഡ് ദ അതർ റീജിയൻസ് ആർ വി കോൾഡ് ആസ് ഇലുമിനേറ്റഡ് റീജിയൻ, IR. ഓക്കെ, ജിയോമെട്രിക്കൽ ഷാഡോ റീജിയൻ ആൻഡ് ദ ഇലുമിനേറ്റഡ് റീജിയൻ. അപ്പം വിത്തിൻ ദ ജിയോമെട്രിക്കൽ ഷാഡോ മീൻസ് ദ ഒബ്സ്റ്റക്കിൾ, അത് ഏതാണോ തടസ്സം അതിന് ആ ഏരിയയിൽ മാറി നിന്ന് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് ലൈറ്റ് എത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ. സർ ഐസക് ന്യൂട്ടൺ ആൻഡ് ഹൈഗൻസ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദിസ് ഡിഫ്രാക്ഷൻ ഫിനോമിനൻ അറ്റ് ഫസ്റ്റ് അല്ലേ? അവർ രണ്ടുപേരും ബാക്കിയുള്ള ഫിനോമിനൻസിനെയൊക്കെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് കോർപ്പസ്കുലർ തിയറി, ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറി നമുക്കറിയാം. ഹൈഗൻസിനും അതേപോലെ തിയറീസ് ഉണ്ട്. അവരൊക്കെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ദേ കുഡൻറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫ്രാക്ഷൻ. ബട്ട് ഫ്രെനൽ, ലേറ്റർ ഓൺ ഫ്രെനൽ സക്സീഡഡ് ഇൻ എക്സ്പ്ലെയിനിങ് ഡിഫ്രാക്ഷൻ. ഓക്കെ, ഫ്രെനലാണ് ഡിഫ്രാക്ഷന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. ഗ്രിമാൽഡി ഇത് സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും ഡിസ്കവർ ചെയ്തുവെങ്കിലും സർ ഐസക് ന്യൂട്ടൺ ആൻഡ് ക്രിസ്റ്റ്യൻ ഹേഗൻസ് അവർ രണ്ടുപേർക്കും അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഒക്കുന്നില്ലായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ഫ്രെനൽ വാസ് ദ പേഴ്സൺ ഓർ ദ സയൻറ്റിസ്റ്റ് ഹൂ സക്സീഡഡ് ഇൻ എക്സ്പ്ലെയിനിങ് ഡിഫ്രാക്ഷൻ. അതുകൊണ്ടാണ് ആദ്യമായിട്ടുള്ള അദ്ദേഹം കണ്ടുപിടിച്ച ആ ഡിഫ്രാക്ഷൻ ഫിനോമിനൻ അദ്ദേഹം ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളതിൽ ഡിഫറൻസസ് ഉണ്ടാവും. ഈ ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ്റെ ഡിഫറൻസസ്, അതുപോലെ ഇൻ്റർഫറൻസിൻ്റെയും ഡിഫ്രാക്ഷൻ്റെയും ഡിഫറൻസസ്. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി ഞാൻ ഡിഫ്രാക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, അത് കയറി നോക്കുക. പഠിച്ചതിന് ശേഷം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ളത് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഓൾറെഡി ആ ചാനലിനകത്ത് കിടപ്പുണ്ട്, അതെടുത്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രെനൽ ഡിഫ്രാക്ഷനിലേക്ക് പോകാം. സോ ഹിയർ ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഡിഫ്രാക്ഷൻ. Diffraction is the phenomenon of bending of light rays around the edges of an obstacle or the encroachment of light within geometrical shadow, which we already discussed. അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ആ ഫിഗർ നിങ്ങൾക്ക് നോക്കിക്കേ. എസ് എന്ന് പറയുന്നതാണ് സോഴ്സ് അല്ലേ? സോഴ്സ്, അതിൽ നിന്ന് ലൈറ്റ്, സോഴ്സ് ഉണ്ട്, സ്ക്രീനാണ് നമ്മളുടെ ഈ AB എന്നുള്ള ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നതാണ് സ്ക്രീൻ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു നമുക്ക് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. ഡിഫ്രാക്ഷൻ ഫിനോമിനനാണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒപ്പേക്ക് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒപ്പേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിനെ വെക്കണം. അതേപോലെ മറ്റ് ഫിനോമിനൻസ് എന്തെങ്കിലുമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഈ സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയിൽ അതിനനുസരിച്ചുള്ള സാധനം വെക്കും അല്ലേ? ലെൻസ് ആണെങ്കിൽ ലെൻസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസിൻ്റെ മെറ്റീരിയൽസ്. റിഫ്ലക്ഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ എന്താണ്, ഒരു സൈഡ് മാത്രം ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ മിറർ അല്ലേ, സോറി ട്രാൻസ്പാരൻ്റ് അല്ല, മിറർ നമ്മൾ വെക്കും. റിഫ്ലക്ഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ മിറർ വെക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ
ഒരു സൈഡിൽ തന്നെ നമ്മുടെ സോഴ്സും വെക്കും സ്ക്രീനും വെക്കും അല്ലേ. ഇതൊക്കെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഡിഫ്രാക്ഷനെ പഠിക്കുന്നത്. അപ്പോൾ സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയിൽ ആര് വേണം? There will be a obstacle. That obstacle here is shown as PQ. Now സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ PQയിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഒപ്പേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തടസ്സം നിൽക്കുന്നതാണ് അല്ലേ, അതിനകത്തൂടെ പാസ് ചെയ്യുന്നില്ല. അതൊരു ഗ്ലാസ്സോ ലെൻസോ അങ്ങനെയൊന്നുമല്ല, ഒരു ഒബ്സ്റ്റക്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ എഡ്ജസിൽ ഹിറ്റ് ചെയ്തിട്ട് ആ ലൈറ്റ് റേസ് ആ വേവ് ഫ്രണ്ട്സ് എവിടെ എത്തുന്നു? അപ്പോൾ പ്രൈമറി വേവ് ഫ്രണ്ട് ആണ് ഈ കാണുന്നത്. അത് ഒബ്സ്റ്റക്കിളിൽ തട്ടിയാൽ അത് ഇപ്പുറത്തേക്ക് വരുന്നില്ല അല്ലേ. That is the geometrical shadow region. ഈ PQവിൻ്റെ geometrical shadow region ആണ് ഈ GS എന്ന് കാണിച്ചിരിക്കുന്നത്. And encroachment means at this point P and Q ലൈറ്റ് സ്പ്ലിറ്റ് ആവുന്നു അല്ലേ, സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് വരുന്നുണ്ട് ആൻഡ് ദേ ഹിറ്റ് ഓൺ ദ സ്ക്രീൻ. അവിടെയാണ് നമ്മൾ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഷാഡോസിനെ ഫോം ചെയ്യുന്നത് കാണാം അല്ലേ. അതാണ് നമ്മളുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ നിഴലിൽ നമുക്ക് ഇരട്ടിയായിട്ട് കാണുന്നത്. നമ്മുടെ സൈസിലല്ല നമ്മൾ നിഴൽ കാണുന്നത് അല്ലേ, ആ നിഴൽ ഇരട്ടിയായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഹിറ്റ് ചെയ്തിട്ട് ആ സ്ക്രീനിലെത്തുന്ന ഏരിയാസിലാണ് നമ്മൾ ഷാഡോ കാണുന്നത്. ആൻഡ് ദ ജോമെട്രിക്കൽ റീജിയൻ ഇസ് ദിസ് വൺ AB. Okay, this is what diffraction means. Now what is the condition for diffraction? When the size of aperture causing diffraction is comparable to the wavelength of light, that is the condition for diffraction. Diffraction സംഭവിക്കണമെങ്കിൽ എന്താണ്? അപ്പർച്ചർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒബ്സ്റ്റക്കിൾ അല്ലേ. ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ നമ്മൾ സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെയും ഇടയിൽ വെക്കുന്ന ആരെയാണോ അവരെയാണ് നമ്മൾ ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി കൺസിഡർഡ് ആസ് എ സ്ലിറ്റ്. സ്ലിറ്റ് നിങ്ങൾക്കറിയാം, +1 +2 ക്ലാസ്സസിൽ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ്? ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു ചെറിയ ഓട്ട ഇട്ടിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിട്ടാൽ ആ ഹോൾ അല്ലെങ്കിൽ ആ നമ്മൾ കൊടുത്ത ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണോ, ഇഫ് ഇറ്റ് ഇസ് എ സ്ക്വയർ we will get the image or the image on the screen as a square. If it is a circle you will get the image as a circle on the screen അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ആ ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് അതിനകത്തൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്ലിറ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു നേർത്ത വരയാകാം, ബ്ലേഡ് വെച്ചൊരു പേപ്പറിൽ അടിച്ചിരി നേർത്ത വരയാക്കിയാൽ അതൊരു സ്ലിറ്റാണ്. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സ്ലിറ്റ് അല്ലെങ്കിൽ അപ്പർച്ചർ എന്ന് പറയുന്ന കാര്യം ഈ സാധനം എല്ലാം ഒന്ന് തന്നെയാണ്. സ്ലിറ്റ് എന്ന് പറയുന്നത് അപ്പർച്ചർ തന്നെയാണ്. ഓക്കെ, അത് തന്നെ ഇനി തൊട്ട് നമ്മൾ കേൾക്കുന്നത് സ്ലിറ്റ് എന്നല്ല, അപ്പർച്ചർ. ദാറ്റ് ഇസ് എ കാർഡ്ബോർഡ് വിത്ത് എ ഹോൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ലൈറ്റ് പാസ് ചെയ്യാനായിട്ട് ഒരു ഒബ്സ്റ്റക്കിൾ സോഴ്സിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയിൽ വെക്കുന്നു. അപ്പോൾ ആ അപ്പർച്ചർ അതായത് ആ ഗ്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ സൈസ് ആണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസിന് ഉള്ള കണ്ടീഷൻ. When the size of aperture causing diffraction is comparable to the wavelength of light used, അതായത് സോഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ വേവ് ലെങ്ത്. മോണോക്രോമാറ്റിക് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മോണോക്രോമാറ്റിക് സോഴ്സിനുള്ള എക്സാമ്പിളാണ് സോഡിയം വേപ്പർ ലാമ്പ്. നമ്മുടെ ലാബിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നതിൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് അങ്ങനെ ഒരു എസ്സേ ഉണ്ട്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു സെമിസ്റ്ററിൽ തന്നെ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സ് ലാബിന് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു എക്സ്പെരിമെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എന്താ ഡിഫ്രാക്ഷൻ്റെത്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കമ്പയറബിൾ ആയിരിക്കും അപ്പർച്ചറിൻ്റെ സൈസ്. അതിനനുസരിച്ചാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോഴ്സിൻ്റെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിരിക്കണം. ഓക്കെ, നൗ ദർ ആർ 2 types of diffraction. One is Fresnel diffraction and the other one is Fraunhofer diffraction, which you have studied in your smaller classes. So let's see what is it. Fresnel diffraction നമുക്കറിയാം എന്താണ്? സോഴ്സും സ്ക്രീനും ആർ അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസസ്, അതായത് അടുത്തടുത്തിരിക്കുന്ന കേസസ്. നിങ്ങൾക്കിപ്പോൾ കാണാം ഒരു പോയിന്റ് സോഴ്സാണ് അവിടെ വെച്ചേക്കുന്നത്, പിന്നെ സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിൽ നിന്നുള്ള ആ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് അത് എന്താണ് ബെൻഡ് ചെയ്യുന്നു അല്ലേ. അതാണ് ഒബ്സ്റ്റക്കിളാണ് നമ്മളുടെ ഇവിടെ സ്ലിറ്റ്. സ്ലിറ്റിൻ്റെ എഡ്ജിൽ എത്തുമ്പോഴത്തേക്കും ലൈറ്റ് ബെൻഡ് ചെയ്യുവാണ്. ബെൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ആ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പോയിന്റഡ് ഇമേജ് ആയിരിക്കും അല്ലേ. അത് സ്ക്രീനിൽ ചെന്ന് ഒറ്റ ഒരു പോയിന്റിൽ തന്നെയാണ്. ബിക്കോസ് സോഴ്സും സ്ക്രീനും സ്ലിറ്റിൻ്റെ ഏകദേശം അടുത്തായിട്ടായിരിക്കും, ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് Fresnel diffraction. And the next is Fraunhofer diffraction. അതിൻ്റെ കേസസ് നോക്കാം.
അവിടെ ഡിസ്റ്റൻറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റാണ് സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി ഫ്രാനോഫർ ഡിഫ്രാക്ഷൻസ് ആണ് നമ്മൾ ലാബ്സിലൊക്കെ എക്സ്പെരിമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ഇത്തിരി ഡിസ്റ്റൻസിൽ സോഴ്സ് വെച്ചാലും ലെൻസസ് യൂസ് ചെയ്ത് വി ക്യാൻ കൺവേർജ് ആൻഡ് ഡൈവേർജ് ദ റേസ് to produce the image. So here in Fraunhofer diffraction, the source and the screen are at infinite distances. നിങ്ങൾക്ക് ഇവിടെ കാണാം സോഴ്സ് ഇവിടെ വരച്ചിട്ടില്ല, സ്ക്രീനും ഇവിടെ ഇല്ല, പകരം സ്ലിറ്റ് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു ഡിസ്റ്റൻസ് പോയിന്റിൽ നിന്ന് പാരലായിട്ട് റേസ് സ്ലിറ്റിലേക്ക് പാസ് ചെയ്ത് ആ പാരലൽ റേസ് ബെൻഡ് ചെയ്യുവാണ്. അവരും കൺവേർജ് ചെയ്യുന്നില്ല അല്ലേ, ഇങ്ങനെ ഒരേ ലെവലിൽ പോവുകയാണ്, പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റിൽ നമുക്ക് ആ ഷാഡോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ കിട്ടുന്നില്ല. ഇനി അതിന് പാറ്റേൺ കിട്ടിക്കണമല്ലോ, ലാബിൽ നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ വി ഹാവ് ടു പ്രൊഡ്യൂസ് ദ ഇമേജ്. സോ ഫോർ ദാറ്റ് വി യൂസ് 2 lenses to diverge the image and converge the image to diverge the light source and converge the image അല്ലെങ്കിൽ ആ ലൈറ്റ് റേസസ് ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ലൈറ്റ്സിനെ കൺവേർജ് ചെയ്തും ഡൈവേർജ് ചെയ്തും എടുക്കാൻ വേണ്ടി നമ്മൾ 2 ലെൻസസ് സ്ലിറ്റിൻ്റെ അങ്ങേയപ്പുറവും ഇങ്ങേയപ്പുറവും വെക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ് സോഴ്സിൽ നിന്ന്, അതായത് സോഴ്സിൽ നിന്ന്, പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റിലായിരുന്ന സോഴ്സിനെ നമുക്ക് അതിൽ നിന്നുള്ള റേസിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെൻസിൽ വഴി കളക്ട് ചെയ്തതിനെ സ്ലിറ്റിലൂടെ പാസ് ചെയ്ത് അടുത്ത ലെൻസിൽ അത് പാരലായിട്ട് പോകുന്നതിനെ കൺവേർജ് ചെയ്യിച്ച് സ്ക്രീനിൽ ഒരു പോയിന്റിൽ എത്തിക്കാൻ പറ്റും. Okay, these are the two main differences of Fresnel diffraction and Fraunhofer diffraction. Let's see the next point. Difference between Fresnel diffraction and Fraunhofer diffractions. In the first point എന്ന് പറയുന്നത് source and screen are at finite distances from the obstacle or aperture. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, Fresnel ആണ് finite distanceൽ സോഴ്സും സ്ക്രീനിനെയും, Fresnel diffractionലാണ് അത് സംഭവിക്കുന്നത്. ഫ്രാനോഫറിലാണെങ്കിലോ സോഴ്സ് ആൻഡ് സ്ക്രീൻ ആർ അറ്റ് infinite distances from the obstacle or aperture. ഇനി Fresnel diffraction the rays are not parallel, Fraunhofer diffraction the rays are parallel. അടുത്തത് Fresnel diffraction wavefront is spherical or cylindrical. Wavefronts എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ Fresnel diffractionൽ കിട്ടുന്നത് സ്പിരിക്കൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള wavefronts ആണ്. Whereas Fraunhofer diffraction the wavefronts are plain wavefronts ആണ് ഫ്രാനോഫറിൽ കിട്ടുന്നത്. ഇനി Fresnel diffractionന്റെ മറ്റ് പോയിന്റ് no lenses are employed in Fresnel diffraction, whereas Fraunhofer diffraction 2 lenses are used, one to diverge the wave from the source into a plane wave and the other one to converge the waves to the screen. അടുത്തത് അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസസ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൊടുക്കാം. ഏതാണ് നേരത്തെ സ്ലൈഡിൽ കാണിച്ച ആ പിക്ചേഴ്സ്, Fresnelൻ്റെയും ഫ്രാനോഫറിൻ്റെയും പടവും കൂടെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ Fresnel ആൻഡ് Fraunhofer diffraction. സ്മോൾ ക്ലാസ്സിൽ പഠിച്ച തന്നെയാണ്, നമ്മളിപ്പോൾ വീണ്ടും ഒന്നും കൂടെ പഠിച്ചു എന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഷാൽ ഐ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്? ഞാൻ മൂവ് ചെയ്യണേ അടുത്ത സ്ലൈഡിലേക്ക്. നെക്സ്റ്റ് ഇസ് ഡിഫ്രാക്ഷൻ ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ബിറ്റ്വീൻ എന്നാണല്ലേ ഞാൻ പറഞ്ഞ. ഓക്കെ, സോറി, ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്ററാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 സെപ്പറേറ്റ് വേവ് ഫ്രണ്ട്സ്. നമുക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഇൻ്റർഫറൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സൂപ്പർ ഇമ്പോസിങ് ഓഫ് ലൈറ്റ് വേവ്സ് അല്ലേ, അല്ലെങ്കിൽ ലൈറ്റ് റേസ്, ഒന്നിൽ കൂടുതൽ ലൈറ്റ് റേസ് ഉണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് ചേരുന്നതിൻ്റെ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ, ആ ഒരു ഫെനോമിനനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. That is, the interaction takes place between 2 separate wavefronts originating from coherent sources. അപ്പോൾ നമുക്ക് അവിടെ ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് ചേർക്കാം. എന്താണ് ഡെഫിനിഷൻ ഫോർ ഇൻ്റർഫറൻസ്? ദാറ്റ് ഇസ് ദ സൂപ്പർ ഇമ്പോസിങ് ഓഫ് ലൈറ്റ് റേസ് is called interference, whereas diffraction is bending of light rays around an obstacle. അടുത്തത് പോയിന്റ് ആണ് interaction takes place between 2 separate wavefronts originating from coherent sources. coherent സോഴ്സിൽ നിന്ന്, അതായത് coherent source എന്ന് പറയുന്നത് സെയിം ഫേസ്, സെയിം വേവ് ലെങ്ത് എല്ലാമുള്ള ഒരു സോഴ്സിനെയാണ് നമ്മൾ coherent source എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സെപ്പറേറ്റ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട്സിൽ നിന്ന് ഉള്ള ഇൻട്രാക്ഷൻ ആണ് നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺസ് ആയിട്ട് കാണുന്നത്. വേറാസ് ഡിഫ്രാക്ഷൻ ആണെങ്കിലോ ഇൻട്രാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഞാൻ നേരത്തെ ഡിഫ്രാക്ഷൻ്റെ
പിക്ചർ കാണിച്ചപ്പോൾ കാണിച്ചു തന്നായിരുന്നു. ഒബ്സ്റ്റക്കിളിൽ നിന്ന് അത് ബെൻഡ് ചെയ്തിട്ട് അവിടെ രണ്ടാമത് നമുക്ക് വേവ് ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. സെക്കൻഡറി വേവ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻ്റർഫറൻസിൻ്റെ അടുത്ത പോയിന്റ്, ഓൾ ദ മാക്സിമ ആർ ഓഫ് സെയിം ഇൻറ്റൻസിറ്റി. ഡിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് സ്ലൈഡ് ഞാൻ കാണിച്ചപ്പോൾ 2 പിക്ചേഴ്സ് കാണിച്ചു അല്ലേ. റെഡ് ലൈറ്റിൻ്റെ ഇതിൽ കിട്ടുന്ന പാറ്റേൺസും ബ്ലൂ ലൈറ്റിൻ്റെ പാറ്റേൺസും ഞാൻ കാണിച്ചു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ആ റിങ്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. അതിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് റീജിയൻ ഉണ്ട്, ഒപ്പം തന്നെ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ടല്ലാത്ത റീജിയൻസും ഉണ്ട് അല്ലേ. ആ ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ മാക്സിമ എന്ന് പറയുന്നത്. മാക്സിമ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ അല്ലേ. ഹൈ ലെവൽ എന്നാണ് നമ്മൾ എപ്പോഴും മാക്സിമം എന്നുള്ള ഒരു പോയിന്റ് കാണിക്കുന്നത്. ഇവിടെ ഫ്രിഞ്ചസിന് ബ്രൈറ്റ്നെസ് കൂടുന്ന പോർഷനെ നമ്മൾ മാക്സിമ എന്ന് പറയും. ആൻഡ് ബ്രൈറ്റ്നെസ് കുറവുള്ള ഏരിയയെ മിനിമ എന്ന് പറയും. ഓക്കെ, ഓൾ ദ മാക്സിമ ആർ ഓഫ് സെയിം ഇൻറ്റൻസിറ്റി ഇൻ ഇൻ്റർഫറൻസ് പാറ്റേൺസ്. ഇൻ്റർഫറൻസ് പാറ്റേൺസിൽ ഈ മാക്സിമം, അതായത് ബ്രൈറ്റ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ കാണുമ്പോഴത്തേക്കും ഒരേ പാറ്റേൺസ് അല്ലെങ്കിൽ ഒരേ രീതിയിലായിട്ട് നമുക്ക് തോന്നും. കൗണ്ട് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏത് ഫ്രിഞ്ചെന്ന് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്ത് വെച്ചതെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഓക്കെ, നേരെ മറിച്ച് ഡിഫ്രാക്ഷനിലാണെങ്കിലോ ഓൾ ദ മാക്സിമ ആർ ഓഫ് വേരിയിങ് ഇൻറ്റൻസിറ്റി. അതാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടത്. വേരിയിങ് ഇൻറ്റൻസിറ്റി, പുറത്തേക്ക് വരുന്നതനുസരിച്ച് വിഡ്ത്ത് കൂടിക്കൂടി അല്ലെങ്കിൽ വിഡ്ത്തിനൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ, വിഡ്ത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിക്കും ഒരു ബ്രൈറ്റ്നെസ് ആയിട്ടൊരു എഫക്റ്റ് കൂടുതൽ വരും അല്ലേ. പുറത്തേക്ക് വരുന്നതനുസരിച്ച് നമുക്കൊരു ബ്രൈറ്റ്നെസ് കൂടുന്നതല്ല, ആ ഒരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും മാക്സിമ. ഓക്കെ, അതാണ് ഡിഫ്രാക്ഷൻ. ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്ലൈഡ് ഒന്നും കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും എന്താണെന്നുള്ളത്. മാക്സിമ എന്നുള്ള പോയിന്റ്. ഓക്കെ, മാക്സിമ മീൻസ് ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ ബ്രൈറ്റൻ റീജിയൻസിനെയാണ് മാക്സിമ എന്ന് പറയുന്നത്. ഡാർക്ക് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ കുറഞ്ഞ ബ്രൈറ്റ് ആയിട്ടല്ലാതെ നമുക്ക് ആ കളർ ഏത് ലൈറ്റാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കളറായിട്ട് കാണുന്ന ആ ഫ്രിഞ്ചസിനെ നമ്മൾ മിനിമ എന്ന് പറയും. ഇനി റീജിയൻസ് ഓഫ് മിനിമ ഇൻറ്റൻസിറ്റി ആർ പെർഫെക്റ്റ്ലി ഡാർക്ക് ഇൻ ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസിൽ മിനിമ പോർഷൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് മാക്സിമ മിനിമ മാക്സിമ മിനിമ അങ്ങനെയാണ്. ഡിഫ്രാക്ഷൻ്റെ സെൻറ്റർ എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, ഡിഫ്രാക്ഷൻ പാറ്റേൺസിൻ്റെ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച പിക്ചേഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സെൻറ്റർ ബ്രൈറ്റൺ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും സെൻറ്റർ സ്പോട്ട് എന്ന് പറയുന്നത്. അതെന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. ഇനി ഇവിടെ റീജിയൻസ് ഓഫ് മിനിമ ഇൻറ്റൻസിറ്റി ആർ പെർഫെക്റ്റ്ലി ഡാർക്ക് ഫോർ ഇൻ്റർഫറൻസ്. ഓക്കെ, ആൻഡ് ഇൻ ഡിഫ്രാക്ഷൻ റീജിയൻസ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. അവിടെ ഡാർക്ക് അല്ല നിങ്ങൾ കണ്ടത് അല്ലേ. ആ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ലേസർ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏത് കളർ ലേസർ ലൈറ്റ് ആണോ യൂസ് ചെയ്തത് ആ ഒരു കളർ ഷെയ്ഡാണ് ബ്രൈറ്റ് കഴിഞ്ഞിട്ടുള്ള റിങ്ങിൽ നിങ്ങൾ കാണുന്നത്. റെഡ് ആണെങ്കിൽ അവിടെ ഒരു റെഡ് ലൈൻ പോലെ കാണും, ബ്ലൂ ആണെങ്കിൽ അവിടെ ഒരു ബ്ലൂ ലൈൻ പോലെയാണ് കാണുന്നത്. അതാണ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ്ലി ഡാർക്ക് ആയിരിക്കില്ല. നേരെ മറിച്ച് ഇൻ്റർഫറൻസിന് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഡാർക്ക്. നൗ ഇൻ്റർഫറൻസിൽ ഫ്രിഞ്ചസ് ആർ ഓഫ് ഈക്വൽ വിഡ്ത്ത് ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആണ് ഇൻ്റർഫറൻസ് പാറ്റേൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൗണ്ട് ചെയ്യുമ്പം ആ ഫ്രിഞ്ചസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പം ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ഓക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വിഡ്ത്ത് ഈക്വൽ ഇതായിട്ടുള്ള ഫ്രിഞ്ചസ് ആയതുകൊണ്ട് നമുക്ക് കൗണ്ടിങ് മിസ്റ്റേക്സ് വരാൻ സാധ്യത കൂടുതലാണ്. Whereas in diffraction, fringes are of unequal widths. And you can see the examples are given there. Interference എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റ്, എയർവെഡ്ജ് എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ പഠിക്കാനുള്ള കാര്യമാണ് അടുത്ത ചാപ്റ്ററിൽ. അടുത്തത് ഡിഫ്രാക്ഷനിലാണെങ്കിലോ ഫ്രിഞ്ചസ് ഓഫ് അൺഈക്വൽ വിഡ്ത്തിനുള്ളത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതുപോലെ തന്നെ അൺഈക്വൽ വിഡ്ത്തിന് മറ്റൊരു എക്സാമ്പിളാണ് ഗ്രേറ്റിംഗ് എക്സ്പെരിമെൻറ്റ്. അതായത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ പകരമായിട്ട് മൾട്ടിപ്പിൾ സ്ലിറ്റ്സ് ഉള്ള ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ സ്ലിറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഗ്രേറ്റിംഗ് എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. അതും നമുക്ക് ഡിഫ്രാക്ഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണേ? ദിസ് ഇസ് വാട്ട് വി ഡിസ്കസ്ഡ് ജസ്റ്റ് ബിഫോർ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. നമുക്കിനി പഠിക്കാനുള്ള പോർഷനാണ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ പറഞ്ഞു, കണ്ടീഷൻ ഫോർ ഡിഫ്രാക്ഷൻ പറഞ്ഞു, പിന്നെന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ പറഞ്ഞു.
ഇതിനിയിപ്പം ഈ ഡിഫ്രാക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പോർഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, നമ്മൾ ഓൾറെഡി അത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. +1 +2 എങ്ങാണ്ട് നിങ്ങൾ പഠിക്കുന്നതാണത്, പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, അതായത് മൾട്ടിപ്പിൾ സ്ലിറ്റ്, ഒന്നിൽ കൂടുതൽ സ്ലിറ്റ്സ് ഉള്ള ഒരു സാധനം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ലാബ് എക്സ്പെരിമെൻറ്റും ചെയ്യാനുണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിന്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എന്താണ് ഈ സാധനം, ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഗ്രേറ്റർ അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ പാരൻസ് അല്ലെങ്കിൽ അമ്മയൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രേറ്റർ അല്ലേ, മലക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ യൂസ് ചെയ്യും. അതിലെന്താ ചെയ്യുന്നത്? ഗ്രേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വെജിറ്റബിൾസിനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ. അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ലൈറ്റിനെ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്ന സാധനം. നമുക്ക് നോക്കാം. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. ദിസ് ഇസ് one made by ruling fine lines at equal distances on an optically plane glass plate with a diamond point. എന്താണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? മെയ്ഡ് ബൈ റൂളിംഗ് ഫൈൻ ലൈൻസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ്. നമുക്കറിയാം ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ ആണ് ലാബിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസസ് ഒക്കെ യൂസ് ചെയ്ത് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റിൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഫ്രാനോഫറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്ലിറ്റ്സ് യൂസ് ചെയ്ത് ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് കോമൺലി വി യൂസ് ഗ്രേറ്റിംഗ്. ഇനി ആ ഗ്രേറ്റിംഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസാണ്, ഒരു ഗ്ലാസ് മെറ്റീരിയലാണ്. അത് നമുക്ക് ചെയ്യാനുള്ളത് ലാബിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചു തരും ടീച്ചേഴ്സ്. അപ്പോൾ അതെന്താണ് ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് വൺ മെയ്ഡ് ബൈ റൂളിംഗ് ഫൈൻ ലൈൻസ്. ചെറിയ നേർത്ത വരകൾ, അടുത്തടുത്തുള്ള നേർത്ത വരകളാണ്. ഓക്കെ, അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഓൺ ആൻ ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. ഗ്ലാസ് പ്ലേറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഗ്ലാസ് നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് കട്ടറായിട്ട് യൂസ് ചെയ്യാം അല്ലേ. ഗ്ലാസ് കട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡയമണ്ട്. അതേപോലെ ഡയമണ്ട് പോയിന്റർ വെച്ചിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ, ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൽ എന്താണ് ഫൈൻ റൂൾ ലൈൻസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ്, അടുത്തടുത്തുള്ള ചെറിയതായിട്ടുള്ള വരകൾ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള ഫൈൻ ലൈൻസിനെ വരച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് പ്ലേറ്റിൽ നമുക്ക് ഒരു ഗ്രേറ്റിംഗ് ഡിവൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഈ വരച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പ്ലേറ്റിൽ അങ്ങനെ ലൈൻസ് ഉണ്ടാക്കിയെടുത്താൽ അതങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയല്ല ഗ്രേറ്റിങ്ങിന്. അതിന് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ മെയ്ഡ് ബൈ റൂളിംഗ് ഫൈൻ ലൈൻസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഓൺ ആൻ ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് വിത്ത് എ ഡയമണ്ട് പോയിന്റ്. ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്. Diffraction grating consists of very large number of extremely narrow parallel slits separated by equal opaque spaces. That means lines വരയ്ക്കുക എന്ന് പറഞ്ഞാൽ at equal distances എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ലൈൻസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ആ ലൈൻസ് ഡയമണ്ട് പോയിന്റർ വെച്ച് ഗ്യാപ്പ് ആക്കി വരുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ ഒപ്പേക്ക് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടാവും. ആണേ, ഡയമണ്ട് പോയിന്റർ വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിംഗ് പോർഷനാണ്. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു ലൈൻ വരച്ചാൽ ഈ രണ്ട് ലൈനിൻ്റെ ഇടയിൽ ഒരു ഒപ്പേക്ക് റീജിയൻ, അവിടെ ഒരു ഗ്ലാസ് മെറ്റീരിയൽ അവിടെ നേർന്ന് തന്നെ കിടപ്പുണ്ടാവും അല്ലേ. അതുപോലെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരകൾ വരയ്ക്കുകയാണ്. അതായത് കട്ടിംഗ് റീജിയൻസും ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഒപ്പേക്ക് റീജിയൻസും ഉണ്ടാവും. സോ 2 types of diffraction gratings are there: reflection grating and transmission grating. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. നെക്സ്റ്റ് സ്ലൈഡിൽ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇച്ചിരി ലെങ്തി ആണെന്ന് തോന്നുന്നു ഈ സ്ലൈഡ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.